ഒരു ബാഡായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് നമുക്കിത് ഉണ്ടായത്. നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് തുടങ്ങിയ വ്ളോഗാണ്, പക്ഷേ അതിൻ്റെ ഇടയ്ക്കൊരു നെഗറ്റീവ് വന്നു ഗൈസ്. അല്ലേ, അങ്ങനെ ഒരു നിയമം ഉണ്ടോ? നിയമം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയില്ല ഗൈസ്, അങ്ങനെ ഒരു നിയമം ഉള്ള കാര്യം. അല്ലായിരുന്നു നമ്മളങ്ങനെ ചെയ്യത്തില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ RS ഫാമിലി വ്ളോഗ്. അപ്പോൾ ഗൈസ്, നമ്മളിന്നൊരു ചെറിയ ട്രിപ്പാണ്. എവിടെയാ പറ? സാമ്പ്രാണിക്കൊടി, കൊല്ലം ജില്ലയിലെ സാമ്പ്രാണിക്കൊടി എന്നൊരു സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഒരുങ്ങി ഇറങ്ങും. ഇപ്പൊ സമയം 6 മണിയായിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഇന്നലെ രാത്രി പെട്ടെന്നൊരു തീരുമാനമായിരുന്നു. ഇതുവരെ പോയിട്ടില്ല കൊല്ലം ജില്ലയിൽ ഈ സാമ്പ്രാണിക്കൊടി എന്ന സ്ഥലത്ത്. എന്തായാലും നമുക്ക് അവിടുത്തെ പോയി അവിടുത്തെ വിശേഷങ്ങളുമായാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങളെത്തും. അപ്പോൾ ഗൈസ്, നമ്മൾ സാമ്പ്രാണിക്കൊടിയിലെ ഫുൾ ഡീറ്റെയിൽസ് കാണിക്കുന്നതായിരിക്കും. നമ്മൾ ബസ്സിലാണോ ട്രെയിനിലാണോ? ബസ്സിലാണോ ട്രെയിനിലാണോ കാറിലാണോ എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ കൃത്യം 6 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മുടെ കൂടെ ഒരു ടീം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോഴും കറക്റ്റ് തീരുമാനിച്ചിട്ടൊന്നും ഇല്ല എങ്ങനെയാ പോകുന്നത്, അല്ലേ? ഇല്ല, തീരുമാനിച്ചിട്ടില്ല. ഇപ്പൊ അവിടെ ചെന്നിട്ട് അവരുടെ കൂടെ നിന്നിട്ട് തീരുമാനിക്കാം. അവരും കൂടെ ചെന്നിട്ട് നമ്മൾ ഒരുമിച്ച് തീരുമാനിക്കും എങ്ങനെയാ പോകുന്നതെന്ന്. അപ്പൊ എന്താണ് ഈ ട്രിപ്പിനെ പറ്റിയുള്ള അഭിപ്രായം? നമ്മള് പൊളിക്കും. ഹായ് പറഞ്ഞോ മാമ. ഹായ്. അപ്പൊ ഗൈസ്, നമ്മളിവിടെ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. ഞാനും 2 അല്ല 3. മാമ ഹായ് കൊടുക്കാം. ഹലോ. അപ്പൊ ഗൈസ്, നമ്മൾ ഇപ്പൊ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ തീരുമാനിച്ചു. ട്രെയിൻ കിട്ടുവാണെങ്കിൽ ശരിക്കും താമസിച്ചു. ഇപ്പം ഞങ്ങൾ ഉദ്ദേശിച്ച ട്രെയിൻ കിട്ടിയില്ല, മിസ്സായി. അപ്പൊ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് കാണാം ഗൈസ്. അപ്പൊ നമ്മുടെ മുപ്പാലം അല്ലടാ, ഇപ്പൊ 4 ഗൈസ്. അപ്പൊ അവിടെ മുപ്പാലം 4 ആയിട്ടുണ്ട്. എന്തുവാണ് ഇത് പഠിപ്പിക്കുന്നത്? ഇങ്ങനെയാണ് പഠിപ്പിക്കാൻ അറിയാത്ത ആരുമാണ് അവിടെ. ഞാനിതേവരെ പഠിക്കുന്ന സമയത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് നടുക്കൊണ്ട് ബ്ലോക്ക് ആക്കിയതാണ്. ഇതാണ് നമ്മുടെ 4 അപ്പൊ ഞങ്ങൾ ട്രെയിനിൽ കയറി ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇപ്പോഴാണ് കയറിയത്. ഇവിടെ ട്രെയിനിൽ വെച്ച് നമുക്കൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ റെയിൽവേ പ്ലാറ്റ്ഫോമിനകത്തുനിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ വീഡിയോ എടുക്കരുന്ന, ട്രെയിനിൽ കയറിയിട്ട് എടുക്കാമെന്നൊക്കെയാണ് അവർ പറയുന്നത്. പെർമിഷൻ വേണം എന്നൊക്കെ പറഞ്ഞ് ആകെ ഒരു ഡള്ളായിരുന്നു. അവൻ തന്നെ ആകെ ഡള്ളായിപ്പോയി. റെയിൽവേ സ്റ്റേഷനിൽ കയറാൻ നേരത്ത് നമ്മൾ വ്ളോഗ് എടുക്കാനായിട്ട് വീഡിയോ എടുത്തോണ്ട് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ അല്ലേ, ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിൽക്കാൻ നേരത്ത്. പക്ഷെ അതൊരു മാന്യമായിട്ടല്ല അവർ പറഞ്ഞത്. അതാണ് ഏറ്റവും വലിയ വിഷയം. അതാണ് ഇപ്പം ഇവൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അവനിക്ക് വന്ന് സംസാരിച്ച രീതിയാണ് മോശമായത്. അത് കാരണം അവൻ കരഞ്ഞു. ശരിക്കും പറഞ്ഞിട്ടാണ് നമ്മൾ കരഞ്ഞു തുടങ്ങിയത്. നിന്നെ പറഞ്ഞപ്പോഴാണ് കരഞ്ഞു. എന്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരു ഷൊട്ട ആയതുകൊണ്ടാണ് നമ്മൾ ഷൊട്ടയുടെ മോൻ ഞാനല്ല അപ്പൂസ്. അവനറിയില്ല, നിങ്ങൾക്ക് നിയമം അറിയത്തില്ല. കാര്യം ചോദിച്ചപ്പം അവരുടെ ഭാഗത്തും തെറ്റാണെന്ന് അവർക്ക് മനസ്സിലായി. ഇവരൊക്കെ നമ്മളെ ഇട്ടിട്ട് പോയി ഓടിക്കളഞ്ഞു. സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു പിന്നിൽ, കട്ടണ പോലെ കർട്ടന് പിന്നിൽ തെറ്റുപോയി. നമ്മളൊരു ചത്തുപോയി. അത് തുടക്കത്തേക്ക് ഭയങ്കര മോശമായി പോയി. പക്ഷേ അത് ഒരു ടീം അത് കണ്ടിട്ട് പേടിച്ചിട്ട് ഏറ്റവും കൂടെയുള്ള ആൾക്കാർ നമുക്ക് സപ്പോർട്ടല്ലേ ഇട്ടിട്ട് പോയി. ആപത്ത് കാലത്ത് അവര് പോയി ഗൈസ് നമ്മളെ വിട്ടിട്ട്. നമ്മൾ ഒറ്റക്ക് പിന്നെ പോരാടി, അവിടെ ഒറ്റയ്ക്ക് പോരാടി തിരിച്ചറിഞ്ഞു. നമ്മൾ മിണ്ടാതെ ഇങ്ങ് വന്നേ. ഇല്ല ഗൈസ്, നമ്മള് പറഞ്ഞില്ലേ, നമ്മള് പറഞ്ഞില്ലേ, നമ്മള് നല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ട് അവരോട്. ശരിക്കും പറഞ്ഞതല്ലേ, നമ്മളോട് ഏതോ സ്റ്റോപ്പിൽ കൊണ്ടുപോയി നിർത്തി. ഗൈസ് കണ്ടോ ഗൈസ്, ഇത്രയും പേര് ഇവിടെ ഇരുന്നിട്ട് ഗൈസ് കണ്ടോ ആക്രാന്തം നോക്കിയേ. സജിന വറുത്തതാണ്.
ദേ ഇതാണ് സജന ഇതാണ് സജന അല്ല ഗൈസ് ഇത്രയും പേര് ഇവിടെ ഇരുന്നിട്ട് ചക്കോർത്ത് ഒരാൾക്ക് മാത്രമേ ആ തിന്നുന്നതിന് മുമ്പേ കഴിച്ച് നമ്മൾ എക്സ്പ്രഷൻ ഒക്കെ ഇടും ഇവിടെ. അതൊക്കെയാണ് എനിക്ക് തിന്നാണ്. ആ ഇതായിരുന്നു. പക്ഷെ എങ്ങനെയുണ്ട് ചക്കോർത്ത? എങ്ങനെയുണ്ട് ചക്കോർത്ത? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അപ്പൊ ഗായ്സ് നമ്മൾ ഇപ്പൊ കൊല്ലത്ത് എത്തിയിട്ടുണ്ട് അല്ലേ? ഇവിടുന്ന് പ്ലാൻ? ഇവിടെ ആദ്യം നമുക്ക് എവിടെയെങ്കിലും ഫുഡ് കഴിക്കണം. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. വയറൊക്കെ കണ്ടു. 3 മാസമാണ് ഉടനെ എന്റെ വീഡിയോ ഒക്കെ ചെയ്ത് ഇവരെ പോലെ ആവണം. എന്ത് ചെയ്യണം അങ്ങനെ ഒരു ഫുൾ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇനി അടുത്ത ഫുഡ് കഴിക്കാനുള്ള പ്ലാനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത കാര്യം നമ്മൾ പ്ലാൻ ചെയ്യും. പറയുമെന്ന് എത്തി നോക്കുന്നു. ഒരു ഹായ് കൊടുത്തേക്ക്. പൊക്കം കുറവാണ്. ഒരു ഹായ് കൊടുക്കാൻ പറഞ്ഞ ഒരു ഹായ് അതിന്റെ അപ്പുറത്തില്ല. അപ്പൊ ഫുഡ് ഈസ് ഫസ്റ്റ്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അടുത്തല്ലേ അടുത്ത ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ പ്രാക്കുളം ബസ്സിലാണ്, പ്രൈവറ്റ് ബസ്സിലോട്ട് കയറുവാണ്. 15 കിലോമീറ്ററാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ കൊല്ലത്ത് നിന്ന് പ്രാക്കുളം ബസ്സിലേക്ക് കയറി. പക്ഷേ ഇറങ്ങിയപ്പോൾ തന്നെ അവിടുത്തെ ഓട്ടോക്കാർ കുറച്ച് പേര് പറയും. ഞങ്ങൾ 9 പേരുണ്ട്. ഓരോ ഓട്ടോക്ക് 350 രൂപ വെച്ച് തന്നാൽ മതി. അപ്പോൾ 2 ഓട്ടോക്ക് 700 രൂപ. ഇപ്പം ഞങ്ങൾ 9 പേര് ബസ്സിൽ കയറിയപ്പം ഒരു ടിക്കറ്റിന് 23 രൂപ, ഒരാൾക്ക് 23 രൂപ വെച്ച് 203 രൂപ ആയിരുന്നു. 201 രൂപ. ഒന്ന് ചിന്തിക്കണം. അതല്ല, ഈ അറിയാൻ മേലാത്തവർ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓട്ടക്കാർ അത് ആദ്യം അറിയണം. അല്ല അവരപ്പോ പറയും ബസ്സില്ലെന്നൊക്കെ പറയും. ബസ്സില്ലെന്ന് പറഞ്ഞ് അപ്പം നമുക്ക് എന്തായാലും ഞാൻ നേരത്തെ ഫുഡ് കഴിക്കും മുമ്പ് തന്നെ ചോദിച്ചായിരുന്നു. അപ്പോൾ പ്രാക്കുളം ബസ്സിൽ കയറി ഇതിൻ്റെ എൻ്റെ തുരുത്തിലാണ് ഒരാൾക്ക് 23 രൂപ ആകത്തുള്ളൂ. അങ്ങനെ 9 പേർക്ക് 201 രൂപ ആയിരുന്നു. അപ്പം അവരുടെ ഓട്ടോയിൽ പോയിരുന്നെങ്കിൽ അവർ ഡിസ്കൗണ്ട് പറഞ്ഞായിരുന്നു. 350 എന്നുള്ളത് 250 രൂപ വെച്ച് 500 രൂപ കൊടുത്താൽ മതി 2 ഓട്ടോ. എന്നാലും ഞങ്ങൾക്ക് 201 രൂപ ടിക്കറ്റ് ചാർജ് ആയി. അപ്പൊ ഗായ്സ് നമ്മൾ ചാമ്പ്രാണിക്കുടി നമ്മൾ ഈ ബസ്സിലാണ് ഗൈസ് വന്നത്. അപ്പം ചെറിയ ഇടിയൊക്കെ ഉണ്ടായി. ബസ്സിൽ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. നമ്മളിങ്ങനെ നടക്കുകയാണ്. ഉറങ്ങി. ഞങ്ങൾ ഉറങ്ങിയില്ല. ഇടി ആയതുകൊണ്ട് നമ്മൾ ഉറങ്ങിയില്ല. നമ്മൾ നെഞ്ചത്തോട്ട് നമ്മുടെ ഇടി രാവിലെ കഴിഞ്ഞല്ലോ. നമ്മള് ഷോർട്ട് ഇടിയൊന്നും ഇല്ലേ. നമ്മൾ ഇടി കളിക്കുമ്പോ അങ്ങ് ഹൈ ലെവൽ ടീമായിട്ടൊക്കെ ഗവൺമെന്റ് ആൾക്കാരുടെ നമ്മള് ഇടി ഉണ്ടാക്കാറുള്ള. അമ്പലത്തിന്റെ ഉത്സവമാണ് ഗൈസ്. അതാണ് ഇവിടെ ലൈറ്റും വെട്ടമൊക്കെ ഉണ്ട്. പക്ഷെ ലൈറ്റ് ഇട്ടിട്ടില്ല ഗൈസ്. രാവിലെയാണ്. അപ്പൊ ഇവിടെ ആയിട്ടൊരു അമ്പലം ഉണ്ട്. അവിടം വരെ ഉള്ളു ബസ്സിന്റെ ഇത്. അപ്പൊ നമ്മള് താഴത്തോട്ട് ഇറങ്ങി അവിടെ എത്താം. എങ്ങനെയുണ്ട് സാമ്പ്രാണിക്കൊടി? ഹായ് ഹായ് കൊടുത്തല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടിയിൽ ഇടിയൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? പൈസ പോകുന്ന ഈ ഇറക്കമാണ് ഇറങ്ങി ചെല്ലേണ്ടത്. സാമ്പ്രാണിക്കൊടി ബോട്ട് ചെട്ടി. ഇപ്പൊ ഇവിടെ ഇരിക്കാനൊക്കെ കുറേ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ടീം അങ്ങോട്ട് പോയി. ഇവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ ഒരു ഇതുണ്ട്. പിന്നെ ഒരു കട അവിടെ ആയിട്ടാണ് നമ്മുടെ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ 9 പേരല്ലേ? 9 ടിക്കറ്റിൻ്റെ വില എന്ന് പറയുമ്പോൾ 150 രൂപയാണ്. അപ്പം 5 വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല ഗൈസ്. അപ്പം പ്രവർത്തന സമയം 9:30 to 4:30 വരെയാണ് ഗൈസ്. ഇതൊക്കെ ഓർത്തിട്ട് വേണം വരാൻ. എല്ലാ ദിവസവും ഇവിടെ ഉണ്ട്. അല്ലാതെ പ്രത്യേക അവധി ദിവസങ്ങളൊന്നും ഇവർക്കില്ല. എന്റെ പേരുണ്ട് ഇവിടെ. പശുമോൻ. നിന്റെ പാൻറ്റോട് സ്യൂട്ടാടാ. അയ്യേ പോക്കി വാപ്പിക്കും വെക്കണോന്ന് ഇത് മറ്റേ കൗബോയിനെ പോലെ.
മാജീഷ്യനെ പോലെ ഉണ്ട്. ഇവിടെ കണ്ണാടി വേണോന്ന് പറഞ്ഞ് ഭയങ്കര തിരക്കതേ. ഒരുത്തൻ ഇതെല്ലാം വെച്ച് നോക്കുമെന്ന് തോന്നുന്നു. അവന് രണ്ടുപേരും ഒരേ കണ്ണാടിയാണ്. ആ അടിപൊളി. ഇവളെ ഏത് കണ്ണാടി എടുക്കുന്നതെന്ന് നോക്കാമല്ലോ. ഏത് ഒന്ന് വെച്ചേ നോക്കട്ടെ. അത് വെക്ക്. വേറല്ലേ വില? അല്ല ആദ്യമായിട്ട് കാണുമല്ല. ഇത് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. ഇപ്പൊ ഇവിടെ നിന്നല്ലേ മേടിച്ച. പൈസ കൊടുത്താ എത്ര നീ കൊടുത്തത് പൈസ? രണ്ട് ബാക്കി എത്ര തന്നു? കറക്റ്റ് കണക്കാണ്. പുതിയ കണ്ണാടി അപ്പൊ പിന്നെ നമ്മള് ഇവിടെ വന്നിട്ട് പിന്നെ ഐലൻഡിലോട്ട് പോകുന്ന ഒരു ചെരുപ്പ് ഇവിടെ ഊരിയാണ് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ ബോട്ട് കയറാൻ പോവാണ്. ഹൗസ് ബോട്ടിൽ കയറുന്നേ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ബോട്ടിലാണ് കയറുന്നത്. ഇത്രയും പേരുണ്ട്. അങ്ങനെ ഞങ്ങൾ വേമ്പനാട് കായലിൻ്റെ അവിടെ നിന്ന് അഷ്ടമുടി കായലിലോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സമയം 10:15. ഭയങ്കര കോമഡിയാണ് ഗൈസ്. ഈ സാധനം എങ്ങനെ ഇട്ടത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നോക്കിക്കേ. ആഹാ കൊള്ളായിട്ട് അടിപൊളിയാണ്. ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? 3-4 മിനിറ്റ്. അത് ഏതാ ഇതല്ല അല്ലേ? അത് കാണുന്നതാണല്ലേ? ആ കാണുന്നതാണ് സാമ്പ്രാണിക്കൊടി. എത്ര നേരം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും? ഒരുപാട് സമയമൊക്കെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും അല്ലേ? ആ അപ്പൊ നമുക്ക് ഈ ബോട്ടിൽ തന്നെ കയറണമെന്നില്ലല്ലോ. ഇങ്ങോട്ട് 1-ാം നമ്പർ കൗണ്ടർ പറയണം അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് കയറിയിരിക്കുന്നത് 1-ാം നമ്പർ കൗണ്ടറിൽ നിന്നാണ് നമ്മൾ കയറിയിരിക്കുന്നത്. അപ്പൊ ഗൈസ് നല്ല അടിപൊളി നല്ല മനോഹരമായ യാത്രയാണ് കേട്ടോ. എങ്ങനെയുണ്ട് സംഭവം? എന്താന്ന് വേണ്ട ഇത് വിറച്ചിരിക്കുവാണ്. ഇവിടെ കാണാനില്ല. ഞങ്ങളുടെ കൂടെ ഒരു സായിപ്പും കുട്ടിയും കയറിയിട്ടുണ്ട് കേട്ടോ. അവിടെ ആളെ തേക്കാനായിട്ട് ഇംഗ്ലീഷാണ് സായിപ്പും കുട്ടി. സാമ്പ്രാണിക്കൊടി ജെട്ടിയിൽ എത്തി ഇറങ്ങാൻ പോകുന്നേ ഉള്ളു. എല്ലാവരും ഉണ്ട്. പക്ഷെ കൊള്ളാട്ടെ, നല്ല രസമുണ്ട്. ഇതാണ് നമ്മൾ ഇറങ്ങേണ്ട സ്പോട്ട്. ഗായ്സ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഒരു വലിയ കായലിന്റെ നടുക്കാണ്. ഇറങ്ങിയോ? അയ്യോ മാമ ഇറങ്ങും. മാമ അത്ര പ്രശ്നമൊന്നുമില്ല. എങ്ങനെയുണ്ട്? ഓ ആ സൈഡിൽ നല്ല ആഴമായിരുന്നു ഗൈസ്. അവിടെ നോക്കി വാപ്പി ഇറങ്ങി. ഞങ്ങളത് ഈ സൈഡ് വഴി ഇറങ്ങിയോണ്ട് ഞങ്ങളുടെ ഒന്നും നനഞ്ഞില്ല ഗൈസ്. അപ്പു എങ്ങനെയുണ്ട്? നിന്റെ ഇവിടെയൊക്കെ നനഞ്ഞില്ല. അപ്പൊ ഇങ്ങനെ അങ്ങ് നടക്കുവാണ്. ഭയങ്കര സോഫ്റ്റ് ഗൈസ്. ഇതിലും വഴി നടക്കാൻ നല്ല രസമുണ്ട്. അപ്പൊ ഐ ലവ് സാമ്പ്രാണിക്കൊടി എന്ന് വെച്ചിട്ട് ഇരിക്കുന്ന സ്ഥലം. ഈ കൊച്ച പോകുന്ന ഒരു ആമ നീന്തി പോകുന്ന പോലെ കൊച്ച പോകുന്നുണ്ട്. ഗൈസ് നല്ല രസമാണ്. നമ്മൾ വാച്ച് കഴുകാൻ പോണു. അവൾ ആരെയോ തേടി പോവാണെന്ന് തോന്നുന്നു. വെള്ളം 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 അതേട്ട വെള്ളം ഗൈസ് ഒരു പറ്റി എന്താന്ന് വെച്ചാണ്ടല്ലോ, എല്ലാ സ്ഥലത്തും ഒരേ ആഴമല്ല ഗൈസ്. അവിടെ നല്ല ആഴമുണ്ട്. ഞാൻ കാണിച്ചു തരാം. അഫ്സലേക്കുണ്ട് നമ്മളൊരു ഗൈസ്. അപ്പം അവിടെ എത്തിക്കഴിഞ്ഞാൽ വെള്ളം ഇല്ലെന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം ഗൈസ്. പിന്നെ നിങ്ങൾ നനയാനുള്ളത് തന്നെ ഇട്ടോണ്ട് വരിക. അല്ലാതെ എന്റെ അവസ്ഥ നോക്കുക. അല്ലാതെ നല്ല ഉടുപ്പൊക്കെ ഇട്ടോണ്ട് വന്നു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. ഞങ്ങളിത് ഇപ്പൊ നല്ല പാൻറ്റൊക്കെ ഇട്ടോണ്ടാണ് ഗൈസ് വന്നത്. അത് പെട്ട് ഗൈസ്. വരുന്നവര് അവിടെ തന്നെ ട്രാക്ക് സൂട്ടൊക്കെ വിറ്റിട്ടുണ്ട്. ഇടയ്ക്ക് എന്ത് വാടാ അപ്പു കാണിച്ചത്? തിരിച്ചു കൊടുക്കണ പണി.
സാലി ഇപ്പൊ തിരിച്ചൊരു പണി കൊടുക്കും, അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. സൂപ്പർ സൂപ്പർ നടക്കാൻ പോലും വയ്യ ചാക്ക് പോലത്തെ കിട്ടണോ നടക്കാൻ പോലും വരെ. നമ്മളിവിടെ വരുവാണ് ഈ ചേച്ചിന്റെ കടയിലൊന്ന് വരിക അല്ലേ? എന്തൊക്കെയുണ്ട് ഇവിടെ? മാങ്ങ, പൈനാപ്പിൾ, നെല്ലിക്ക, സോഡ നാരങ്ങ, സർബത്ത്, കുറ്റി സർബത്ത്, ഗോലി സോഡ, കൊടമോര്, എല്ലാം ഉണ്ട് കഴിച്ചു ഇവിടെ. അതെ, ഗോലി സോഡയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. സാലി ഇവിടുന്ന് വെള്ളം കൊണ്ടുവരുന്നുണ്ട് വീട്ടിലോട്ട്. ഇവര് ഗോലി സോഡ മേടിക്കാൻ പോണം. യൂട്യൂബിടെ പറ്റിയതാണ്. മാങ്ങ മേടിച്ചു ഗൈസ്. മാങ്ങ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ ഗൈസ്, നല്ല പോലെ മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്. അരിപ്പിട്ടിട്ടോളൂ. അപ്പൊ ഗൈസ് ഞങ്ങളുടെ ഈ ബോട്ടിൽ കേറാൻ പോവാണ്. ഗൈസ് ഇന്ന് നമ്മൾ ഈ വെള്ളത്തിലാണ് കയറുന്നത്. ചേട്ടനെ കാണാം. ചേട്ടൻ ഹായ് കൊടുത്തേ. വെള്ളത്തിൽ കയറാൻ പോവാണ്. വെള്ളത്തിൽ കൂടെ കേറുന്ന നോക്കിയ ഗൈസ്. അതിനെ കിട്ടും കൊറേ. എനിക്ക് വെള്ളം കണ്ടോ? എടാ ഈ എന്തായാലും വെള്ളത്തിലോട്ട് വീണ് കഴിഞ്ഞാൽ ചത്തുപോത്തില്ല. താഴെ എത്രയേ ഉള്ളു. ഫോൺ ഉടനെ ഞാൻ വലിച്ചെറിയും. അപ്പൊ ഞങ്ങൾ ഇവിടെ എന്തായാലും വള്ളത്തിൽ കൂടെ കയറി. ഒരാൾക്ക് 100 രൂപ വെച്ചാണ്. അപ്പൊ കണ്ടൽക്കാടിന്റെ നടുക്കൂടെയൊക്കെ കൊണ്ടുപോകാന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവിടം വരെ വന്നിട്ട് അതുകൂടെ കണ്ടില്ലെങ്കിൽ അതൊരു മോശമുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മുടെ വ്ളോഗിലോട്ട് 2 പേര് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. വീട്ടുകാരൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ വന്നിരിക്കുന്ന ആണല്ലോ. അപ്പൊ കുഴപ്പമില്ല. അറിയാതെ ആണെങ്കിൽ യൂട്യൂബിൽ പോകുന്നതാണ്. അറിഞ്ഞിട്ടില്ല. അപ്പൊ ഓക്കെ ഗൈസ്, വീട്ടിൽ എന്തായാലും ഞങ്ങൾ അറിയിച്ചോളാം. അല്ലിയാമ്പൽ കടവിയന്നരയ്ക്കു വെള്ളം അന്ന് നമ്മളൊന്നായി തുടങ്ങില്ലേ കൊതുമ്പു വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളിയല്ലേ? അടിപൊളി. സംഭവം കുഴപ്പമില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ വന്നിട്ട് 100 രൂപ കൊടുത്ത് ഇതിൽ ഇപ്പൊ നമ്മൾ പോകുന്നുള്ളൂ. പക്ഷെ അടിപൊളിയാണ്. നല്ല 100 രൂപയ്ക്ക് മാത്രം ഉണ്ട്. എന്തായാലും ഇവിടെ വന്ന് ഇവിടം വരെ വരാമെങ്കിലാണ് അവന് അതുകൊണ്ട് നമുക്ക് കയറുന്നത്. സംഭവം അടിപൊളിയാണ്. ഇതിലിങ്ങനെ പോലെ അടിപൊളിയാണ്. ബാക്ക് വ്യൂ കാണിച്ചു കൊടുത്തത്. പിന്നെ 1 ഡേ ട്രിപ്പിന് പറ്റിയ സ്ഥലം. ഒറ്റയ്ക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എപ്പോഴാ ട്രെയിനകത്ത് കയറിയിട്ട് റെയിൽവേ പോലീസുമായിട്ട് വഴക്കിട്ട ആൾക്കാരല്ലേ നിങ്ങൾ? അത് തന്നെ. അത് വള്ളത്തിൽ കയറിയിട്ട് വള്ളക്കാട്ടുമായിട്ട് വഴക്കിടുന്ന ആൾക്കാരല്ലേ നിങ്ങള്? എല്ലായിടത്തും ബസ്സിൽ കയറിയപ്പോ നിങ്ങൾ ബസ്സിനകത്ത് വഴക്കിട്ടു. നിങ്ങൾ ട്രെയിനകത്ത് കയറിയപ്പോൾ ട്രെയിനിൽ വഴക്കിട്ടു. ബസ്സിൽ കയറിയപ്പോൾ അവിടെയും വഴക്കുണ്ടാക്കി. വള്ളത്തിൽ കയറിയപ്പോൾ നിങ്ങൾ വീണ്ടും വള്ളത്തിൽ വഴക്കുണ്ടാക്കും. വീണ്ടും സാധ്യത കാണുന്നുണ്ട്. നമ്മളെ കൊണ്ടുവന്ന ഇവന് അല്ലെ നന്ദിയുണ്ട് സഹോദര. അതെ, ഫുൾ ചെലവ് ഞാനാണ്. ഫുൾ ചെലവ് ഇവനാണ്. ഫുൾ ചെലവ് ഇവനാണ്. എല്ലാം ഫുൾ ചെലവ് ഇവനാണ്. ചെലവ് ഞാനാണ്. ഉൾപ്പെടെ ഇവിടെ ആ വന്ന 2 പെൺകുട്ടികളുടെ വരെ ഇവനാണ്. പെൺകുട്ടികൾക്ക് ആൾക്കാരും ഉണ്ട്. തണ്ട വൈബ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അത് തള്ള വൈബ്. ഞങ്ങളുടെ ഒക്കെ 7 അയലത്ത് വരും ഇന്നത്തെ 2K കിഡ്സ് വരുവാ. ഇല്ല, ഒരു കാര്യം 80s 90s ജനിച്ച ടീം എന്ന് പറയുന്നത് അവരുടെ അത്രയും വരില്ല. ഇന്നത്തെ 2K വരുവാണോ? ഒരിക്കലും വരത്തില്ല.
നിങ്ങൾ ആ പഴയ കാലത്തിലോട്ട് തിരിച്ചു വരും. കാരണം പ്രായമുള്ളവരെന്തെങ്കിലും പറഞ്ഞാൽ മിണ്ടായിരിക്കണമെന്നാണല്ലോ. ഒരു കാര്യം പറയാം, ഞങ്ങൾ കണ്ടുപിടിച്ചത് മാത്രമാണ് നിങ്ങൾ പിന്തുടരുന്നത് അല്ലേ? അത്രേ ഉള്ളൂ. എല്ലാത്തിനും ആ ഊന്ന് വെച്ച് കൊടുക്കാൻ ഒരാളുള്ളപ്പോ എന്ത് വേണം? ഞങ്ങളുടെ ടീമിലെ ഒരു ബ്രിട്ടനി എന്നൊരു ടീം കൂടെ വന്നിട്ടുണ്ട്. ഹലോ, ആരെപ്പോലെ തന്നെ കമന്റ് ചെയ്യണം. ദൊറോത്തി മദാമ. ഹലോ ഗൈസ്, നല്ല അടിപൊളി യാത്രയാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് 150 രൂപ കൊടുത്താണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് തുരുത്തിൽ ഇവിടെ വന്നത്. പക്ഷെ അവിടെ നിന്ന് 100 രൂപ കൊടുത്ത് ഈ വള്ളത്തിൽ പോകുന്ന യാത്ര എന്ന് പറയുന്നത് ഒരു സംഭവം അടിപൊളിയാണ് കേട്ടോ. ആ 150 രൂപയിലും കൊള്ളാം 100 രൂപ കൊടുത്ത് ഈ യാത്ര. നല്ല സെറ്റപ്പ്, നല്ല നോക്കിക്കേ. നമ്മള് നേരെ സൂപ്പറാണ് ഗൈസ്. ഇനി ഇതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇപ്പൊ കേറും. ഇറ്റ്സ് റിയലി നൈസ് ഗൈസ്. ബോട്ട് നമ്മള് ഇവിടെ കൊണ്ടിറക്കി. ഗായ്സ്, അന്ന് നമ്മുടെ ബീച്ചിന്റെ വ്ലോഗ് കാണാത്തവരാണ് കാണുക. അപ്പോഴത്തേക്കും അതിനകത്ത് വാപ്പി പറയുന്നുണ്ട് കുഞ്ഞിക്കാനെ പിടിക്കുന്നത്, കായലിൽ വന്നിട്ട് എന്തോ ഇക്കാനെ പിടിക്കുന്നുണ്ട് ഗൈസ്. അപ്പം ഇന്ന് ഇക്കായും വാപ്പുപ്പായൊന്നും അല്ല ഗൈസ്. അപ്പം ഇന്ന് വാപ്പിക്ക് ഒരു മീനെയാണ് തന്നെ, മീനെ തന്നെ പിടിക്കുമോ? ഇതാണ് കണ്ടൽ ചെടിയുടെ കണ്ടൽക്ക. എന്റെ മോൾക്ക് ഒരു ഭയങ്കര ആഗ്രഹമാണ്. എന്താണെന്നറിയാമോ? എന്താണെന്നറിയാം ഇവളുടെ ആഗ്രഹം? കാണിച്ചു തരാം. ഓക്കെ അല്ലേ? നീ ഹാപ്പി അല്ലേ? ഗായ്സ്, അവരോടി ഇതാണ് ഇവളുടെ ഭയങ്കര ആഗ്രഹമാണ്. വന്നപ്പോ മുതല് പറയുവാണ് ഇവർക്ക് ഇവിടെ ഇരിക്കണം. ഉമ്മ സമ്മതിക്കത്തില്ലെന്ന്. ഏത് ഉമ്മ വന്നാലും ശരി ഞങ്ങൾ ഇവിടെ. അപ്പൊ ഗായ്സ്, നമ്മൾ ഇവിടെ ആയിട്ടൊരു കാ കാണാം നമുക്ക്. അയ്യോ, ഞാൻ കായും കൊണ്ട് വന്നതാണ് ഗൈസ്. ഗൈസ്, അപ്പൊ ഈ കായിന്റെ പേര് കണ്ടൽക്ക. ഇത് പറിക്കാൻ പാടില്ലെന്നാ ഗൈസ് പറഞ്ഞിരിക്കുന്നത്. 6 മിനിറ്റ് സമയം കഴിഞ്ഞു. അയ്യോ ഗൈസ്, സമയം കഴിഞ്ഞ അതിന് മുമ്പ് പറഞ്ഞേരം ഇതാണ് മിനിറ്റാണ് നമുക്ക് അനുവദിച്ച സമയം. ഇതിന്റെ പേരാണ് കണ്ടൽക്ക. ഇപ്പം അറിയാത്തവരുണ്ടായിരുന്നെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക്. ഇത് ആദ്യമായിട്ട് അറിയാവുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. കാരണം ഇതിന്റെ പേര് ഞങ്ങൾ ഇട്ട് പേര് വെറുതെ ഇട്ട പേരാണ്. ഒറിജിനല്ലേ? കണ്ടൽക്കാടുകൾ പറഞ്ഞില്ലേ? ഇത് കണ്ടൽക്ക. പിടിച്ചില്ല ഗൈസ്. എല്ലാ വീഡിയോസിലും മണ്ടനാവുന്ന ഒരേ ഒരാള് വാപ്പി മാത്രമാണ്. ഗൈസ് കിട്ടി. ഇന്നാ അപ്പൊ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? ഞങ്ങൾ റിട്ടേൺ പോവാണ്. ഓരോ സന്ദർശകർ ഇവിടെ വരുമ്പോൾ അശ്രദ്ധമായി കളയുന്ന പ്ലാസ്റ്റിക്കുകൾ വരുത്തുന്ന വിന എന്താണെന്ന് നോക്കിക്കേ. എന്താ കാണിക്കുന്നത്? നമ്മൾ എങ്ങനെ വന്നാലും പ്ലാസ്റ്റിക്കും കൊണ്ട് പരമാവധി വരാതിരിക്കുക. അല്ല, നടുക്ക് പെട്ടുപോയി ഗേസ്. ഇത് ആകെ എല്ലാണ്ണത്തിന്റെ മുഖം നോക്കി വിളറി വെളുത്തിരിക്കുന്നു. മണിക്കൂറുകളോളം കായലിന്റെ നടുക്ക് തന്നെ പെട്ടുപോയിരിക്കുകയാണ്. ഇത് കണ്ടോ? ഇത് ഭയങ്കര സങ്കടമല്ല, സന്തോഷമാണ് അവർക്ക്. കുറച്ചു നേരം മുഖ്യമന്ത്രി രാജിവെക്കണം. ഇതിനും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ദയനീയമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പെങ്കൊച്ചിന്റെ പരിശ്രമ ഫലമായിട്ട് അത് അഴിക്കാൻ പറ്റി. ആത്മാർത്ഥത നമ്മൾ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ ആ കുട്ടീനെ.
കണ്ടോ നമ്മളുടെ കണ്ട അത് എന്തൊരു ആത്മാർത്ഥമായിട്ടാണ് ഇതിനെ ശ്രമിക്കുന്നത് നോക്കിക്കേ. ആ കോളേജ് വിദ്യാർത്ഥിനിക്ക് ഒരു ബെഗ് സല്യൂട്ട്. ഞങ്ങള് നേരെ കണ്ടൽക്കാടുകളൊക്കെ സഞ്ചരിച്ച് നേരെ ഇവിടെ തിരിച്ച് സാമ്പ്രാണിക്കൊടി തന്നെ നമ്മൾ എത്തി. പ്രളയത്തിൽ മുങ്ങിക്കിടക്കുന്ന നീന്താൻ പോണ് കഴിച്ചു വാപ്പി. കണ്ണാടി ഞങ്ങൾ ഇവിടെ വന്നപ്പോ ആളൊക്കെ ഭയങ്കര കുറവായിരുന്നു കഴിച്ചു. ഇപ്പൊ ഇവിടെ നിറച്ചു ആളാണ്. ഇത് കണ്ടോ മലന്ന് നീന്തുന്ന വാപ്പി. മലന്ന് ഒരു ജീവി ഗായ്സ്, ഒരു ജീവി. ഒരു കുഴപ്പമില്ല. നീന്താൻ നേരം കണ്ണാടി വെക്കാനുള്ള അവന്റെ മനസ്സ്. എടാ അല്ല നീ എന്താടാ അങ്ങനെ അപ്പൊ ഒന്നിലും പെടാത്ത രണ്ടുപേർ. ഞങ്ങളുടെ പുതിയ കൊമ്പനാണ്. വെള്ളത്തിൽ വീണ കോഴിയെ പോലെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ എങ്ങോട്ടാ? സാമ്പ്രാണിക്കൊടി ഇനി മൺറോ സ്പോട്ട് ഉണ്ട്, അല്ലെങ്കിൽ അഴീക്കൽ ബീച്ച് അല്ലേ. രണ്ട് സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ പോകുന്നതായിരിക്കും. ടൈം ഉച്ച 12:30. പക്ഷെ ഗൈസ് ഒരു വെയിലും ഇല്ല കേട്ടോ. സമയം ശരിക്കും പറഞ്ഞാൽ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഗായ്സ് അപ്പൊ നമ്മൾ ഇത് സാമ്പ്രാണിക്കൊടിന്ന് ബോട്ട് കയറി ഇവിടെ വന്നിട്ടുണ്ട്. അടിപൊളിയായിരുന്നു ഗൈസ്, ഒരു രക്ഷയില്ല. സെറ്റ് ആയിരുന്നു ഗൈസ്. അപ്പം എല്ലാരും വരാൻ പറ്റുന്നവരൊക്കെ മസ്റ്റ് വൺ ഡേ ട്രിപ്പിന് പറ്റിയ സ്ഥലമാണ് ഗൈസ്. അപ്പം കൊല്ലത്തുള്ളവരൊക്കെ ഒന്ന് കമന്റ് ഇടുക. ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടോ എന്ന് കമന്റ് ഇടുക ഗൈസ്. അപ്പൊ നമ്മള് അടിപൊളിയാണ് ഗൈസ്. നല്ല അടിപൊളിയല്ലേ? ഒത്തിരി എൻജോയ് ചെയ്തു. മുടിയൊക്കെ മൊത്തം നനഞ്ഞ് എന്റെ പൊന്നോ തീർന്ന ഗൈസ്. ഇവിടെ വരുന്നവരെന്തായാലും ഡ്രസ്സൊക്കെ എടുത്തേക്കണം കയ്യില്. ഞങ്ങൾ എടുത്തില്ലായിരുന്നു, അതാണ് ഞങ്ങക്ക് പറ്റിയ. എല്ലാരും ഡ്രസ്സ് എടുക്കുക വരുമ്പോ. പിന്നെ ഇങ്ങനെ എന്റെ പോലത്തെ ഇങ്ങനത്തെ ചുരിദാറൊന്നും ഇട്ടുകൊണ്ട് വരാതിരിക്കുക. പിന്നെ ഇറങ്ങുന്നവർ ഇവിടുന്ന് ഇറങ്ങുന്നവർ ഒരു ജേഴ്സിയും ട്രാക്ക് സൂട്ടൊക്കെ ഇട്ട് ഇറങ്ങാൻ നോക്കുക. അടുത്ത അഴീക്ക ബീച്ച് അവിടെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം നോക്കാം. ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വന്നു. ചക്കയും ചോക്ലേറ്റും കൂടെ ചോക്ല. ഇവള് ഇതാണ് ഗൈസ്. ഇത് ചോക്കോബെറി. ഇത് ചോക്കോബെറി. ഇത് ചോക്കോബെറി. ഇത് ചൊക്കയും ചക്കയും ചോക്ലേറ്റും. അത് ചൊക്ല. ഇത് ചക്കയും മാങ്കോ. ചാങ്കോ. ചാങ്കോ. ഇത് ചാങ്കോ. ഞാൻ എടുത്തിരിക്കുന്ന ചക്കയും ബട്ടർ സ്കോച്ചും. അപ്പൊ എന്താ പേര്? ചക്ക സ്കോച്ച്. അപ്പൊ എന്താന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ ഇടുക. ഇതിന് എന്ത് പേര് പറയണോ? ഗായ്സ് ഒരു സോഡാ സർബത്ത് ലേറ്റ് ആയിട്ട് എന്തെങ്കിലും കുടിക്കാന്ന് പറഞ്ഞു വന്നതാണ്. ഇത് നമ്മുടെ നാട്ടിൽ ഇതൊരു 3 ഗ്ലാസ് ഉണ്ടോ? ഇത് ഒറ്റ ഗ്ലാസ് ആണ് ഗൈസ്. നോക്കിക്കേ, ഇത് നിറച്ച് കിട്ടും ഗൈസ്. ഇവിടെ എല്ലാ ഗ്ലാസും ഇതേപോലെയാണ് കേട്ടോ. ഇത്രയും വലുതാണ്. നമ്മുടെ നാട്ടിൽ ഇതിപ്പോ 3 ഗ്ലാസ്സിൽ ഒഴിക്കാം. ഗൈസ് ഇപ്പൊ നല്ല മഴക്കാർ വന്നു കേട്ടോ. നോക്കിയേ, നല്ല ക്ലൈമറ്റ്. ഇവര് ഈരാറ്റുപേട്ടയിലുള്ള ടീമുകളാണ് ഇതെല്ലാം. ഇത് നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് നേരെ തൊട്ടപ്പുറ ഈരാറ്റുപേട്ടയിലുള്ള ടീമാണ്. നമ്മളെ പോലെ തന്നെ കാണാൻ വന്നത്. ആദ്യമായിട്ടാണ് വന്നേക്കാറ്. ഇവിടെ ആദ്യമായിട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അപ്പോൾ ഗൈസ് നമ്മളുടെ സാമ്പ്രാണിക്കൊടിയിലെ വിശേഷങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് പേര് വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് അവിടെ കഴുകാനും വൃത്തിയാക്കാനൊക്കെ പോയിട്ടുണ്ട്. ഉപ്പുവെള്ളം നല്ല അടിപൊളി ഉപ്പുവെള്ളമാണ്. അങ്ങനെ നല്ല ഉപ്പായിരുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇവള് അറുമാതിക്കുമായിരുന്നു അവിടെ കിടന്നിട്ട്. ഓരോരുത്തർ വൃത്തിയായൊക്കെ വരുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ഇവിടുത്തെ സാമ്പ്രാണിക്കൊടിയിലെ വീഡിയോ ഇവിടെ
ബ്ലോഗ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും പറഞ്ഞു. ഓക്കെ, ലവ് യു ആൻഡ് ബൈ. ഇനി അഴീക്കൽ ബീച്ചിന്റെ വീഡിയോ അടുത്ത എപ്പിസോഡിൽ വരുന്നുണ്ട്, പാർട്ട് 2 വരുന്നുണ്ട്. എന്തായാലും എല്ലാവരും പോയി കാണുക. പിന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. അറിയാലോ, എല്ലാ വീഡിയോയിലും ഞങ്ങൾ പറയുന്നതാണ്. നിങ്ങൾ ഓക്കെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. ടാറ്റാ.